ചെയ്യണോ, നമുക്ക് കുറച്ചുകൂടി നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഇല്ല, മാതാവ് പറഞ്ഞതാണ്, ആര് പറഞ്ഞാലും ചെയ്യില്ല, എൻ്റെ വചനം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി. എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എനിക്ക് അൽത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ജനുവരി 19 ഇതേ വർഷം 2024. ഞാനൊരു എയറോസ്പേസ് എഞ്ചിനീയറാണ്. എൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജർമ്മനിക്ക് വേണ്ടിയിട്ടും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പാസ്റ്റ് 3 years ആയിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഗ്രീക്ക് സിറ്റിസനാണ്. പക്ഷെ ഞാൻ യൂറോപ്പിലേക്ക് പോയിട്ടില്ല. അതിനു മുന്നേ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. എനിക്ക് അടിക്കടി 2 പ്രാവശ്യം, അതായത് ഞാൻ ജർമ്മനിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരുന്ന വിസ എന്ന് വെച്ചാൽ ജർമ്മൻ ജോബ് സീക്കർ വിസയായിരുന്നു. അതായത് ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് നമുക്ക് 6 മാസം, ഇപ്പം നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ വിസിറ്റിങ്ങിന് പോകുന്ന പോലെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. എനിക്ക് അത്യാവശ്യം പ്രൊഫഷണൽ എക്സ്പീരിയൻസും അങ്ങനെയുള്ളൊരു എയറോസ്പേസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ആയിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ജർമ്മൻ B2 വരെ പഠിച്ച ഒരാളാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നിട്ട് കൂടി ഇങ്ങനെയെല്ലാം ഞാൻ ഒരുങ്ങി ജർമ്മനി എന്നുള്ള രാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, അന്ന് ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, ഇവിടെ വരുന്നു. ആക്ച്വലി ഞാൻ യൂറോപ്പിൽ ചെന്നതിന് ശേഷം വിവാഹം കഴിക്കാനുള്ളതായിരുന്നു പ്ലാൻ. അപ്പോൾ ജർമ്മനിക്ക് ഇങ്ങനെ ജോബ് സീക്കർ വിസയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 6 മാസം അല്ലെങ്കിൽ 1 year മുന്നേ തന്നെ VFSൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അവർ നമുക്കൊരു മെയിൽ അയക്കും. അപ്പോൾ ആ സമയത്തെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മാർച്ച് സമയമായപ്പോഴത്തേക്കും ജോബ് സീക്കർ വിസയ്ക്കായിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണ്, സ്ലോട്ട് കിട്ടാൻ വേണ്ടി. ആ സമയത്താണ് അദ്ദേഹം നാട്ടിൽ വന്നതും. അപ്പോൾ എന്തുകൊണ്ട് ഓൾറെഡി ഞങ്ങൾ മാരേജ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ യൂറോപ്പിൽ ചെന്നതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് പോലെ തന്നെ എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നത് കൊണ്ടും കുറച്ചുകൂടി അവിടെ ചെന്നിട്ട് മാരേജ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഗ്രീക്ക് വിസ അപ്ലൈ ചെയ്യാം. കാരണം അദ്ദേഹം ക്രിസ്ത്യനാണ്, ഞാൻ ഹിന്ദു ആണ്. സോ നമുക്ക് പേരൻസിനെ കാണണം. എൻ്റെ ഫാമിലിയെല്ലാം കണ്ടു. അങ്ങനെ എനിക്കും അതേ ഒരു കാര്യം അദ്ദേഹത്തെക്കാൾ ഉപരി എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് ഗ്രീക്ക് വിസ, ഈവൻ ദാറ്റ് ടൈമിൽ ഞങ്ങൾ മാരീഡ് അല്ല. അപ്പോൾ ഗ്രീക്ക് വിസ റിജക്റ്റായി. അത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. സെക്കൻഡ് ടൈം എഗെയിൻ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ വിസ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈം എഗെയിൻ വിസ അപ്ലൈ ചെയ്തു, റിജക്റ്റായി. ഗ്രീസിലേക്കുള്ള കാര്യമാണ് പറയുന്നത്. ആ സമയത്താണ് ഞാൻ ഒരു 6-7 മാസം മുന്നേ സ്ലോട്ട് വെച്ചിരിക്കുന്ന ജർമ്മൻ ജോബ് സീക്കർ വിസയ്ക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 ഇദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക്. കാരണം അവർക്ക് അവിടെ നിർബന്ധിത മിലിറ്ററി സേവനം ഉണ്ടായിരുന്നു അവരുടെ രാജ്യത്തെ നിയമപ്രകാരം. സോ അദ്ദേഹം അത് ചെയ്യാൻ ബാധ്യസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടിട്ട് തന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മളിവിടെ നിന്നിട്ട് അങ്ങനെ കാര്യമില്ല. സോ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ മാരേജിന് വേണ്ടി ഈ പോകുന്നതിനേക്കാട്ടിലും മുന്നേ തന്നെ ഞങ്ങൾ മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ മാരേജ് ചെയ്തിരുന്നു. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ടിന് ഫോർമാലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും വേറെ രീതിയിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും കുറച്ച് പ്രശ്നമായതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ ലോയേഴ്സിനെ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവാണ്, നമ്മുടെ കേരളത്തിലൊരു നിയമമുണ്ട്, കോവിഡിന് ശേഷം നമുക്ക് ഓൺലൈനിൽ, നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മാരേജസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, നമുക്ക് ഓൺലൈനിൽ മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതായത് ഈ കല്യാണം കഴിക്കാവുന്ന ഗ്രൂമും ബ്രൈഡും അതുപോലെ തന്നെ ഒരുമിച്ച് വരേണ്ട ആവശ്യമില്ല, ഒരാൾ ഓൺലൈനിൽ നിന്നാലും മതി. കാരണം നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ട് നമുക്ക് ഫിസിക്കൽ പ്രസൻസ്, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ഫിസിക്കൽ പ്രസൻസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു നിയമം നമുക്കുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ രജിസ്റ്റർ ഓഫീസ് വരുന്നത് മുളന്തുരുത്തിയാണ്. അവിടുത്തെ ഓഫീസറെ കാണുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വക്കീൽ, അതായത് ഒരു ലോയർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഒരുപാട് മാരേജുകൾ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹമാണോ എന്തറിയില്ല, എൻ്റെ ഒരു ബന്ധുവായിരുന്നു ഹൈക്കോടതി അതാത് കുറച്ച് ജില്ലകളിലെ നിയമനിർമ്മാണത്തിന് കുറച്ച് ഓഫീസേഴ്സിനെ നിയുക്തപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ ഒരു ബന്ധുവാണ് ഈ നിയമനിർമ്മാണത്തിൻ്റെ മേൽനോട്ടത്തിന് ചുമതലയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ഓൺലൈനിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിൽ ഓൺലൈൻ എന്നുള്ള ആ രജിസ്ട്രേഷനിൽ ആ ഒരു കീബോർഡ് ഉണ്ട്.
അപ്പം ഇത് ഉടമ്പടിക്ക് മുന്നേ നടന്നൊരു കാര്യമാണ്. ഇത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം പോയി, ഞാൻ എൻ്റെ ജർമ്മൻ വിസ അപ്ലൈ ചെയ്യുന്നു. അപ്പം എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഓൾറെഡി ഉണ്ട്, എനിക്ക് അല്ലാതെ തന്നെ യൂറോപ്പിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് യൂറോപ്യനാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി തന്നെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം നമുക്ക് അച്ഛൻ പറയുന്ന പോലെ നമുക്ക് ഒരു ആത്മവിശ്വാസവും കുറേ കാര്യങ്ങൾ ദൈവം കാരുണ്യപൂർവ്വം തരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും. സോ അപ്പം ഞാൻ VFS ബാംഗ്ലൂർ ചെല്ലുന്നു, അപ്ലൈ ചെയ്യുന്നു. പക്ഷേ എൻ്റെ വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഞാൻ അത് റെമൺസ്ട്രേഷൻ കൊടുത്തു, റിജക്റ്റായി. ഇതായിരുന്നു എൻ്റെ ഒരു അവസ്ഥ ഞാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ എൻ്റെ മെൻ്റൽ പീസ്, ഒരു മാനസിക ബുദ്ധിമുട്ട്, കുറേ പൈസ നഷ്ടം. ഞാൻ ഭയങ്കര വർക്കഹോളിക്കായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ വർക്കിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര മെൻ്റലി ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ഞാനിവിടെ വന്നത് എനിക്കൊരു പത്രം കിട്ടിയിട്ടോ എനിക്ക് കൃപാസനത്തെ പറ്റി അറിഞ്ഞിട്ടോ അല്ല. ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ വീട്ടിൽ ആത്മീയമായിട്ട് തന്നെ ഒരു വിദ്യാഭ്യാസം തന്നൊരു സാഹചര്യത്തിലാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുമായിരുന്നു, ചക്ലത്ത് കാവിലേക്ക്. ഇതുവഴി ആലപ്പി ഇതുവഴിയായിരുന്നു പാസ് ചെയ്ത് പോയപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇതാണ് കൃപാസനം പള്ളി എന്നുള്ളത്. അപ്പം പെട്ടെന്ന് എന്തോ എനിക്കൊരു കണക്ഷൻ തോന്നി മനസ്സിൽ, എനിക്കറിയില്ല. ഞാൻ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു. പിന്നെയും 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പീൽ കൊടുത്ത വിസ റിജക്റ്റ് ആയത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര മെൻ്റലി ഞാൻ കൊളാപ്സായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് ജനുവരി 19 കൃപാസനത്തിലേക്ക് തന്നെ വരികയാണ് ചെയ്തത്. അതായത് വേറെ എനിക്കറിയില്ല, എനിക്കൊരു പത്രം കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. ഞാൻ വിചാരിക്കുന്നു എന്നെ പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ഈശോ വിളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. യാതൊരു ഇതുമില്ലാതെ ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ വന്നു. അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. എനിക്കറിയില്ല. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് മാതാവിനോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നത്. ഈശോയുടെ ഒരു റോൾ അതിൽ എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. ഞാൻ വീട്ടിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു കാത്തലിക് സ്കൂളിലൊക്കെയാണ് പഠിച്ചതും, ബോർഡിംഗ് സ്കൂളിലൊക്കെ. അപ്പോൾ എനിക്ക് ഈശോയായിട്ട് ഞാനൊരു 5-6 വർഷം കുർബാനയൊക്കെ സ്കൂളിൻ്റെ നിയമപ്രകാരം അറ്റൻഡ് ചെയ്ത ആളാണ്. ഈശോയോട് വളരെ അടുത്ത് നിന്ന ഒരാളാണ്. പക്ഷേ പിന്നീട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ വീട്ടിലേക്ക് വന്നപ്പം തിരിച്ച് പിന്നെയും ഹിന്ദുവിസം ആ ഒരു രീതിയിലേക്ക് വന്നു. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഈശോയുടെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഈശോ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഈശോ ആയിട്ട് എനിക്കറിയില്ല, ഇവിടുത്തെ ഉടമ്പടിക്ക് പുറമെ ഞാൻ ഈശോയോട് അങ്ങനെ ഒരു പ്രോമിസ് ചെയ്തു, ഞാനൊരു ഉടമ്പടി ചെയ്യുകയാണ് ഈശോയോട്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞു, ഞാനും എൻ്റെ അപ്കമിങ് ജനറേഷൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ജനറേഷനും ഈശോയോട് ചേർന്നായിരിക്കണം എന്നുള്ളത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ നന്നായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു. ഞാൻ 14, 15, 18 കെട്ട് പത്രങ്ങൾ. 1 മാസം എൻ്റെ വിസ കിട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്കൊരു മാനസികമായിട്ടുള്ള ഒരു സമാധാനം കിട്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ സറണ്ടർ ആവുക എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇതെൻ്റെ അമ്മയാണ്. അമ്മ കുറേ കൂടി അപ്സെറ്റായി കണ്ടപ്പോൾ അമ്മ ഈ ഒരു ഫെയ്ത്തിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരാളെ പോയി പുഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മേൻ്റെ കൂടെ പ്രെയറിലൊക്കെ വരുമായിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മ 1 മന്തിനുള്ളിൽ ഉടമ്പടി എടുക്കാൻ ഇടയാക്കണമേ എന്നുള്ളത്. അത് വേറൊരു കാര്യത്തിനുമല്ല, ഞാൻ അനുഭവിക്കുന്ന സമാധാനവും കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്ക് കിട്ടണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പിന്നിലുള്ളൊരു ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഉടമ്പടി നിന്ന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദിവസം എൻ്റെ അമ്മ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. എൻ്റെ അമ്മയുടെ അനീതിക്ക് ഹൈ ഷുഗർ 500 അത്രയൊക്കെ ആയി. അവർ മെഡിസിൻ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ചിറ്റയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. പിന്നെ എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് UK ഉണ്ടായിരുന്നു. ആൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ആളുടെ ഫാമിലി അതിനുശേഷം അടുത്തില്ലാത്തൊരവസ്ഥ വന്നു. റൂംമേറ്റ് ഇല്ലായിരുന്നു, അപ്പാർട്ട്മെൻറ്റിൽ തനിച്ച്. ആ കുട്ടി വയറ്റിൽ വെച്ച് നഷ്ടമായി. അവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ, പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കത് നാച്ചുറലി തന്നെ അവരുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് റിമൂവായി പോവുകയും അവർ ഹെൽത്തി ആയിട്ട് മാതാവ് എൻ്റെ ഫ്രണ്ടിനെ എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ നാട്ടിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു. അതുപോലെ തന്നെ രണ്ടാമത് എനിക്ക് മാർച്ച് 7 ഞാൻ വർക്കിൽ നിന്ന് ക്വിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. മാതാവ് എനിക്കൊരു ജോലി തന്നു. എനിക്ക് മീൻവൈൽ എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു. അങ്ങനെ എനിക്കൊരു ജോലി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഹസ്ബൻഡിന് മിലിറ്ററിയിൽ നിർബന്ധിത സേവനം ആവശ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ 2 വർഷത്തേക്കും മിലിറ്ററിയിൽ നിന്ന് എക്സംഷൻ, അങ്ങനെ മാതാവ് അതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
23 ഏപ്രിലിൽ എനിക്ക് മാതാവിനെ നേരിട്ട് എൻ്റെ റൂമിൽ മാതാവ്, ഞാൻ ഒരുപാട് കൊന്ത ചൊല്ലുന്ന ആളായിരുന്നു 20, 30 ഒക്കെ. അപ്പം ഹോളി മാസം ഓൺലൈനിൽ ചെല്ലാൻ പറ്റുള്ളൂ, എനിക്ക് പേടിയാണ് ചർച്ചിൽ പോവാൻ. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ക്രിസ്ത്യൻസ് അക്സെപ്റ്റ് ചെയ്യുമോ, എനിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സൊസൈറ്റൽ പേടികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ കുർബാന കൂടുമായിരുന്നു, ഇവൻ അടുത്തൊരു ചർച്ച് ഉണ്ടായിട്ട് പോലും. അപ്പോൾ എനിക്ക് മാതാവ് ഞാനിങ്ങനെ വീട്ടിൽ കിടന്ന് എനിക്ക് എൻ്റെ ഒരു കമ്പനിയിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം നടന്നിരുന്നു. അപ്പം ഞാൻ വിഷമിച്ച് കൊന്ത ചൊല്ലി നിന്നപ്പോൾ മാതാവിൻ്റെ കട്ടിലിൻ്റെ കാൽക്കൽ ഇതേ രൂപത്തിൽ അമ്മ ഇങ്ങനെ കൈ കെട്ടിയാണ് നിന്നത്. ഇടയ്ക്ക് ധ്യാനത്തിലൊക്കെ നിങ്ങൾ നോക്കിയ ജോസഫ് അച്ഛൻ്റെ ഒരു പോസ്റ്ററുണ്ട്, അതേ പോസ്റ്ററിൽ അമ്മ മാതാവ് അവിടെ വന്ന് നിന്നു. പക്ഷേ ഞാൻ സ്റ്റക്ഡായി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാതാവിനെ കാണാം, മാതാവ് എൻ്റെ ഒരു ആപാത ചൂടം മാതാവ് ഒബ്സർവ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു 2 മിനിറ്റ് അങ്ങനെ നിന്നു. എൻ്റെ അമ്മ തൊട്ട് താഴെ ഒരു മാറ്റിലിരുന്നിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷെ അമ്മ അത് കാണുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല. സോ ഞാനപ്പോൾ ആ സമയത്ത് മാതാവെ, എൻ്റെ അമ്മയെ പരിശുദ്ധ അമ്മയെ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചു ഞാൻ അമ്മയെ വിളിച്ചതായിരിക്കും എന്ന്, കാരണം വേറെ ആരും ഇല്ലല്ലോ റൂമിൽ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ആ അനുഭവത്തിന് ശേഷം കുറേ കൂടി ആത്മീയതയിൽ ആഴപ്പെടാനും കുറേ കൂടെ ഞാൻ ഭയങ്കര സറണ്ടറായി, ദൈവത്തോട് കൂടുതൽ അടുത്തു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. കാരണം സയൻസും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും, കാരണം ഞാനൊരു എയറോസ്പേസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്കത് മനസ്സിലായി, നമുക്ക് ദൈവാനുഭവങ്ങൾക്ക് മുന്നിൽ ശാസ്ത്രമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ എനിക്ക് ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ കുറച്ച് സീവിയർ ആങ്സൈറ്റി പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു റീഹാബ് സെൻറ്ററിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഒരു 1 മന്ത് ആയിട്ടില്ല, ഒരു 3 വീക്സോളായിട്ട്, പക്ഷെ അത് മാതാവ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം ഏറെക്കുറെ മാറ്റി അവിടെ നിന്ന് കൊണ്ടുവരാനുള്ളൊരു വലിയ ദൈവാനുഗ്രഹം തന്നു. പിന്നെ ഉണ്ടായ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 5-ാം തീയതി ഞാൻ എല്ലാ ആഴ്ചയും ഇവിടെ ധ്യാനത്തിന് വരുന്നതാണ്. സെപ്റ്റംബർ 8 വരെ എല്ലാ ആഴ്ചയും ഞാൻ വന്നിട്ടുണ്ട്. ചില ആഴ്ചകളിൽ 2 ദിവസവും 3 ദിവസമൊക്കെ ലീവ് അനുസരിച്ചൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരാനായിട്ട് രാവിലെ എണീക്കുന്നതിന് മുന്നോടിയായിട്ട് എനിക്കൊരു സ്വപ്നം ഉണ്ടായി. ഞാൻ അമ്മ മാതാവിനെ കാണുകയാണ്, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവ് വന്ന് പറയുകയാണ്, നീ ഗ്രീക്ക് വിസ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കുറേ ഡിലേ ആവും. അപ്പം ഇങ്ങനെ ഒരു ദർശനം എനിക്കുണ്ടായി. അപ്പോൾ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ എങ്ങനെ നമ്മൾ പറയും ഇതൊക്കെയെന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനാണെങ്കിലും ഒരു പക്ഷേ പണ്ടാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഞാനിത് പലരോടും പറഞ്ഞപ്പോൾ നിനക്ക് തോന്നിയതാണോ അങ്ങനെ പറഞ്ഞു, പലരെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത സർക്കിളിൽ. പക്ഷേ മാതാവ് പറഞ്ഞതല്ലേ. ഞാനൊരു ബൈബിൾ എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി നോക്കി എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ അന്ന് കൃപാസനത്തിലേക്ക് വരാൻ വേണ്ടി അവിടെ കൃപാസനത്തിൽ വന്ന സൺഡേ മാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ബൈബിളിൽ മനസ്സിലായില്ല. ഞാൻ ഇവിടെ വന്ന് മാസ് കഴിഞ്ഞിട്ട് ആരാധന തുടങ്ങുന്ന ആ ഒരു സമയം ഞാൻ ഈ ഒരു 4th 5th റോയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈശോയുടെ ഒരു കാര്യം ചോദിച്ചു. മാതാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആത്മീയമായിട്ട് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന എൻ്റെ ഒരു അധ്യാപികയായിരുന്നു സിസ്റ്റർ ജെയിൻ റോസ്. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിനായി 10 ദിവസത്തേക്ക് പോയി. സോ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ ബൈബിള് പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17 തോന്നുന്നു, ഏതൻസിലേക്ക് എന്നുള്ളൊരു ഹെഡിങ്. ഏതൻസ് എന്ന് വെച്ചാൽ ഗ്രീസിൻ്റെ തലസ്ഥാനമാണ്. അത് പൗലോസ്ലീഹ ഏതൻസിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി, കാരണം ദൈവം നമ്മളെപ്പറ്റി എത്ര കരുതലോടുകൂടിയാണ്. അപ്പം ഞാൻ തിരിച്ചു ചെന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വചനം കിടക്കുകയാണ്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. എൻ്റെ ഉടമ്പടിയിൽ 2 കാര്യമുണ്ട്. ഈശോ എന്നോട് പുറപ്പാട് 13:21 പറഞ്ഞു തന്നു. അതായത് നിനക്ക് യാത്ര ചെയ്യാനായിട്ട് പകൽ മേഘത്തിലും അതുപോലെ തന്നെ രാത്രി വഴികാട്ടുവാനായിട്ട് അഗ്നിസ്തംഭമായിട്ടും വരും എന്നുള്ളത്. എനിക്ക് ആകാശത്തിൽ ഒരുപാട് ഈശോയുടെ രൂപങ്ങൾ കാണുന്നുണ്ടായിരുന്നു. മെഴുകുതിരിയിൽ എന്നും മാതാവും ഈശോയും രാവിലെ വൈകിട്ടും ഇതുവരെ ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നും ഉണ്ടാവുമായിരുന്നു. ആ വചനം ഈശോ എനിക്ക് തന്ന വാക്കാണ്. തിരിച്ച് ഞാൻ പാലിച്ച വാക്ക് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ളൊരു വചനമായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പറയുന്നത് ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഈ വചനം ആര് പറഞ്ഞു, ഏത് ബൈബിൾ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ 5ാം ക്ലാസ്സിൽ കാത്തലിക് സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ആ ക്ലാസ് റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ ബോർഡിൽ എന്നും വചനം എഴുതിയിടും. അന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ ദയാ സിസ്റ്റർ കുറിച്ചിട്ട വചനമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. അവർ പാകിയ വിത്ത് ഇന്ന് മുളച്ച് വൃക്ഷമായിട്ട് മാറിയിരിക്കുന്നു. എൻ്റെ അധ്യാപകരെല്ലാം ഞാൻ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോഴും ഞാൻ അവരുമായിട്ട് നല്ല അടുപ്പാണ്. അവർക്കൊക്കെ തിരിച്ചെനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, മാതാവ് ഇങ്ങനെ എനിക്കൊരു ദർശനം തന്നു. അപ്പോൾ ഇനി ഞാൻ തന്നെ ചെയ്യുന്ന പരിപാടി നിർത്തി, കാരണം എല്ലാം ഫെയിലായി, റിജക്റ്റ് ആയല്ലോ. ഞാനൊരു കൺസൾട്ടൻറ്റിനെ സമീപിച്ചു. ഞാൻ ഗ്രീക്ക് വിസയാണ് അപ്ലൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ കൺസൾട്ടൻറ്റ് പറഞ്ഞു,
മാം അത് പറ്റില്ല, കാരണം ഗ്രീക്ക് വിസ നിങ്ങൾക്ക് ഇത്ര റിജക്ഷൻ ഉണ്ട് ശങ്കൻ 3 തവണ. സോ അതുകൊണ്ട് നമുക്ക് സ്വിറ്റ്സർലൻഡ് നോക്കാം. കാരണം എൻ്റെ ഹസ്ബൻഡ് സ്വിറ്റ്സർലൻഡിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. മിലിറ്ററിന് എക്സംഷൻ കിട്ടിയ അദ്ദേഹത്തിന് മാതാവ് ഈശോൻ തന്നെ സ്വിറ്റ്സർലൻഡിൽ ജോലി ഒരുക്കി കൊടുത്തു. അപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റിങ്ങിൽ പോയതിന് ശേഷം ഗ്രീസിലേക്ക് പോവാം. അവിടെ നിന്ന് ശങ്കൻ വിസ ആകുമ്പോൾ ഈസി മൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എടുത്ത് ചാടി ചെയ്യണോ, നമുക്ക് കുറച്ചുകൂടി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഇല്ല, മാതാവ് പറഞ്ഞതാണ്, ആര് പറഞ്ഞാലും ചെയ്യില്ല, എൻ്റെ വചനം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി സ്വിസ് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി എനിക്ക് കൊച്ചിയിൽ സ്ലോട്ട് ഉണ്ടായിട്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി. എൻ്റെ അമ്മയ്ക്ക് എല്ലാ ഭാഷകളിലും ഉള്ള പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. അത് മാനിച്ച് ഞാൻ ബാംഗ്ലൂരിൽ 3 ദിവസം എക്സ്ട്രാ, ഒരു ദിവസത്തെ ആവശ്യമുള്ളൂ, 3 ദിവസം പോയി. അവിടെ നിങ്ങൾക്കറിയാമായിരിക്കും ധർമാരം സെൻറ്റ് തോമസ് ചർച്ചിൽ എന്നും മാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. തിരിച്ച് ഗോപാലന്മാൾ ബാംഗ്ലൂർ VFSന് മുറ്റത്ത് വന്നപ്പോൾ കൊടിയ വെയിൽ, ആ വെയിലത്തും ഒരു വലിയ മഴവില്ല് എനിക്ക് വേണ്ടി അവിടെ വിരിഞ്ഞു. ഞാനവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് വിസ കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനവിടെ പ്രഖ്യാപിച്ചു. പക്ഷേ തിരിച്ചു വന്നു. എനിക്ക് വിസയെ പറ്റിയല്ല, എനിക്ക് ഈശോയോട് അന്നേരം ഞാൻ ആഴപ്പെട്ടിരുന്നു. ഞാൻ അവിടെ നിന്ന് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് മാറി ഈ തൃപ്പൂണിത്തുറ അടുത്ത് ഉദയംപേരൂർ വന്നു. എനിക്ക് ഡെയിലി ഹോളി മാസ് അറ്റൻഡ് ചെയ്യാം, വളരെ സ്വാതന്ത്ര്യം. ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നുണ്ട്. എന്നിട്ടാണ് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, 9:30ക്കാണ് ഓഫീസ്. പക്ഷെ കുർബാനയ്ക്ക് കൂടിയിട്ട് അപ്പം തിരിച്ച് വന്നു. ഈ ഉടമ്പടി ജീവിതത്തിലാണ് എൻ്റെ വിസ റിജക്റ്റായി വന്നു. അപ്പോൾ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയില്ല. എൻ്റെ അടുത്ത ആത്മീയമായിട്ടിരുന്ന എൻ്റെ അധ്യാപിക, എൻ്റെ അമ്മ, എൻ്റെ കുറേ ക്വാളിറ്റി സർക്കിൾ ഉണ്ടല്ലോ ഉടമ്പടിയിൽ, അവരിൽ എല്ലാവരും അല്ല, ചിലർ പറഞ്ഞു മാതാവ് പറഞ്ഞതാണോ, ഉറപ്പാണോ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വെട്ടലേറ്റു എന്ന് പറയില്ലേ, നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ. അപ്പം എൻ്റെ ടീച്ചർ എന്നോട് ചോദിച്ചു, വൃന്ദ അതുള്ളതാണോ, അല്ലെങ്കിൽ നിനക്ക് തോന്നിയതാവോ? ഭയങ്കര സങ്കടമായി എനിക്ക്. കാരണം എനിക്കെൻ്റെ ഇവൻ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയാം യൂറോപ്യൻസ് ആണ്, അദ്ദേഹം ഒരു ക്രിസ്തീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ്, എങ്കിൽ കൂടി അദ്ദേഹം ചോദിച്ചു. ഞാനന്ന് പറഞ്ഞിരുന്നു എൻ്റെ 7ാമത്തെ പേജ് പാസ്പോർട്ടിലെ 7ാമത്തെ പേജിൽ അമ്മ മാതാവ് എനിക്ക് വിസ തരുമെന്ന്. എവിടെ 7ാമത്തെ പേജിലെ വിസ എന്ന് ചോദിച്ചു. എനിക്കൊന്നും പറയാനില്ല. നമുക്കിതൊന്നും പറഞ്ഞ് ജയിക്കാനോ ആളുകളെ പറഞ്ഞിതാക്കാനോ പറ്റില്ല. അങ്ങനെ ഇരുന്നു. ജൂലൈ 5-ന് ഞാൻ ജോബ് കിറ്റ് ചെയ്തു. എനിക്ക് വർക്കിലും എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും, ഞാൻ വർക്ക് ചെയ്തൊരു സ്റ്റാർട്ടപ്പായിരുന്നു. അതിൽ എൻ്റെ കുറച്ച് റോളുകൾ ഉണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് റേസ് ചെയ്യാൻ, അത് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു. ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ തിരിച്ച് നേരെ കൃപാസനത്തിലേക്കാണ് വന്നത്. കാരണം അമ്മ വന്ന ജോലിയാണല്ലോ, നമുക്ക് ചുമ്മാ ദൈവത്തോട് ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു. എനിക്കിപ്പോൾ യെസ് എന്നുള്ള ആൻസറാണ് ബൈബിളിലൂടെ ഈശോയും പരിശുദ്ധ അമ്മയും തന്നുകൊണ്ടിരുന്നത്. അങ്ങനെയായി ഞാൻ മുഴുവൻ സമയ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. പല സ്ഥലങ്ങളിൽ, എനിക്കിവിടെ നിന്ന് ഒരു ആൻറ്റി ഉണ്ട് സുമ എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ പോയി, ദൂരെ തൊടുപുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രേക്ഷിത പ്രവർത്തനം. ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ, തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എൻ്റെ ആദ്യ ഉടമ്പടിക്കാലത്ത് ഞാൻ ഡെയിലി ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഡെയിലി സർവീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് അപ്പച്ചൻ അമ്മച്ചിമാർ, അങ്ങനെ ഞാൻ ആ ഒരു ഇതിലേക്ക് പൂർണ്ണമായിട്ടും, എനിക്ക് വിസ എന്നുള്ളതോ എൻ്റെ ഉടമ്പടി നിയോഗങ്ങളൊന്നും എൻ്റെ മുന്നിലില്ല. ഞാൻ ഈശോയിലോട് കൂടുതൽ ആഴപ്പെട്ടു. അങ്ങനെ ഒരു ഉടമ്പടി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വരും. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് വേറെ പുറത്ത് ലോകത്തെപ്പറ്റി എനിക്കൊരു വിവരമില്ലെന്ന് പറയാം. ഞായറാഴ്ചകളിൽ ഇവിടെ ആരാധനയ്ക്ക് വരും, ഡെയിലി കുർബാന, കൊന്ത. അതിൻ്റെ ഇടയ്ക്ക് 40 ദിവസവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാതാവിനോടൊരു വഴക്കുണ്ടാക്കി. വ്യക്തിപരമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ എൻ്റെ വിശ്വാസം എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റാതാക്കി. എൻ്റെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആൾക്കാരെ എവിടെ നിൻ്റെ വിസ എന്നുള്ള രീതിയിൽ, എൻ്റെ വിശ്വാസത്തിനാണല്ലോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ കുറച്ചൊക്കെ മുഖം വേർപ്പിച്ച് എൻ്റെ അടുപ്പം കൊണ്ടിട്ടാണ് അങ്ങനെ ഇരുന്നു. ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. എൻ്റെ മനസ്സിലുള്ള തോന്നലുകളാണ് ദൈവം സംസാരിക്കുന്നതായിട്ട്. അങ്ങനെ ഞാൻ 40 ദിവസം ഉപവാസം എടുത്തു. 40 ദിവസത്തെ ഉപവാസം എന്ന് പറഞ്ഞാൽ തീക്ഷ്ണമായ പ്രാർത്ഥനയോടുകൂടി രാവിലെ ഹോളി മാസ് അറ്റൻഡ് ചെയ്യും. ചില ദിവസം ഞാൻ 2 കുർബാനകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുർബാന മുടക്കാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ എനിക്ക് പള്ളി പോകുമ്പോൾ ശരിക്കും പേടിയാണ്. ക്രിസ്ത്യൻസ് ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുർബാന സ്വീകരിക്കണില്ലേ എന്ന് പറയുമ്പോൾ നെഞ്ചത്തൊരു വാള് കൊണ്ട് കുത്തിയ പോലെയാണ്. പക്ഷേ ഞാൻ കുർബാനയ്ക്ക് പോകും, കൊന്ത ചൊല്ലും, കുരിശിൻ്റെ വഴി ചൊല്ലും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഉടമ്പടി ജീവിതം, പ്രേക്ഷിത പ്രവർത്തനം, ഇങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ട് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വിളിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഗ്രീസിലെ വീട്ടിൽ നമ്മുടെ നെയ്ബർ ആൻറ്റി ഒരു കോഫി കുടിക്കാൻ വേണ്ടി അവരുടെ ഒരു രീതി അനുസരിച്ച് വന്നു. അപ്പോഴാണ് അറിയുന്നത് ആ ആൻറ്റിയുടെ മരുമകൻ, അതായത് ഇവരുടെ വീടിൻ്റെ ഒരു റോഡ് ഓപ്പോസിറ്റ് അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചിയുണ്ട് ദിമിത്ര. അവരുടെ ഹസ്ബൻഡ് എംബസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ
എംബസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എംബസിയിൽ പോയിട്ട് നമ്മുടെ പേപ്പറുകളും കാര്യങ്ങളും ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്യൂസ് അവരെ അവതരിപ്പിക്കാൻ സമയമുണ്ട്. ഓക്കെ, ഞാൻ അത്രമാത്രം പറഞ്ഞു. ഞാൻ മാതാവിനോട് എന്താണോ ഇഷ്ടം അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയായപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സെപ്റ്റംബർ 11 ഞാൻ ഇന്ത്യയിലേക്ക് വരികയാണ്, നമുക്ക് 12-ാം തീയതി തന്നെ സെപ്റ്റംബർ 12 ഇദ്ദേഹം വരികയാണ്, 11-ാം തീയതി നമുക്ക് 12-ാം തീയതി തന്നെ എംബസിയിൽ പോകേണ്ടി വരും, നമ്മുടെ ഫ്രണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം എൻ്റെ കുർബാന മുടങ്ങുമല്ലോ എന്നുള്ളതായിരുന്നു ആ സമയത്ത്. പക്ഷെ മാതാവിൻ്റെ ഇഷ്ടം, ഈശോയുടെ ഇഷ്ടം, ഞാൻ ഈശോ ആയിട്ട് ആഴപ്പെട്ടു, വളരെ അടുപ്പത്തിലായി. ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളും കാര്യങ്ങളും, എനിക്ക് 2-3 ഡ്രസ്സേ ഉള്ളൂ, ഞാൻ അതൊന്നുമല്ല കരുതി. എൻ്റെ ബൈബിള്, എൻ്റെ പുസ്തകം, അതുപോലെ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, കുർബാന കഴിഞ്ഞ് കൊന്ത ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ഉപ്പ്, അതുപോലെ തന്നെ ശരിക്കും പാസ്പോർട്ടിലൊന്നും എല്ലാ പേജിലൊന്നും ഉടമ്പടി തൈലം തേക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ എല്ലായിടത്തും എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ തേച്ചു, വളരെ മൈന്യൂട്ടായിട്ട്. അങ്ങനെ ഇതെല്ലാമായിട്ട് ഞാൻ ഡൽഹിക്ക് 11-ാം തീയതി പോയി, ഇദ്ദേഹം 12-ാം തീയതി രാവിലെ വന്നു. ഞങ്ങൾ എംബസിയിലേക്ക്, ഗ്രീക്ക് എംബസിയിൽ ഇതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മെയിൽ അയച്ചു, കൊറിയർ അയച്ചു, 1 വർഷമായിട്ട് വിളിക്കുന്നു, 0 റെസ്പോൺസ്. നിയമപരമായിട്ട് ഞങ്ങൾക്ക് ചെല്ലാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് മാതാവ് ഞങ്ങളുടെ സ്വന്തം അയൽക്കാരൻ അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ടുള്ള ബാബിസ് എന്ന ബ്രദറിനെ, അദ്ദേഹത്തെ അവിടുത്തെ വിസ സീൽ ചെയ്യുന്ന ഓഫീസറാക്കി മാതാവ് മാറ്റി. അതിനുശേഷം പക്ഷേ എനിക്കറിയില്ലായിരുന്നു അത്. ഞാൻ ചെല്ലുന്നു, എംബസി ചെല്ലുന്നു, വെയിറ്റ് ചെയ്യുന്നു, പേപ്പറുകൾ കൊടുക്കുന്നു. ആക്ച്വലി ഞങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാനാണ് ശ്രമം നടത്തിയത് ഗ്രീക്ക് എംബസിയുടെ ബേസിൽ. പക്ഷേ കുറേ ടൈം എടുക്കുന്നു, 2 hours അറൗണ്ട്. അപ്പം എൻ്റെ പോക്കറ്റിൽ ഉപ്പ് ഇങ്ങനെ തൂളി അങ്ങനെ കുറച്ച് പൊടിയായിട്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ എടുത്ത് അവരുടെ മുന്നിൽ വെച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ പോലും അങ്ങനെ കാണിച്ചില്ല. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉടമ്പടി. അപ്പം ഞാൻ അവിടെ എംബസിയുടെ ഉള്ളിലും ഒരു ഡോർ അവർ അടയ്ക്കും, നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നു. അപ്പം ഞാൻ ഈ അംബാസിഡർ, ഗ്രീക്ക് അംബാസിഡറിൻ്റെ പേര് അക്കീറ്റി, സെക്കൻഡ് നെയിം എനിക്ക് പറയാൻ പ്രയാസമാണ്. അപ്പോൾ അവരെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശോയുടെ ഇടയ്ക്കൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് മാതാവിനോടും. അവരാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ വന്ന് അരമണിക്കൂറോളം ഞങ്ങളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, അവരുടെ മാരേജ് ഞങ്ങളുടെ മാരേജിന് സമാനമായിട്ടുള്ളതാണ്, 7 വർഷം എടുത്തു, അവരുടെ ഹസ്ബൻഡ് ഈജിപ്ഷ്യനാണ്, സോ ചാൻസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, കാരണം നമ്മളെ കൊണ്ടുപോയത് ആരെ, ഈശോ മാതാവും അല്ലേ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പം അംബാസിഡറിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അയാളുടെ ഫുൾ നെയിം അദ്ദേഹത്തിന് പറയാൻ എനിക്കറിയില്ല, പാനോസ് എന്ന് ചുരുക്കപ്പേര് പറയും, ഗ്രീക്കിൽ അത് മാതാവ് എന്നാണ് അർത്ഥം, പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള അദ്ദേഹം വന്നു. അവിടെ കൂടെ ഞങ്ങളുടെ ഈ സുഹൃത്തായിട്ടുള്ള ബാബിസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, എന്നോട് ക്ഷമിക്കണം, നിൻ്റെ പേപ്പർ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനകത്ത് ഓൺലൈൻ എന്നുള്ള രജിസ്ട്രേഷൻ്റെ വാക്ക് വന്നതുകൊണ്ടിട്ടാണ്, നിനക്കിത് മാറ്റാൻ പറ്റുമോ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സർ ഇത് പോസിബിൾ അല്ല, കാരണം ഓട്ടോ ജനറേറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം, ഇന്ത്യൻ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ അപ്പോസ്റ്റൈൽ എന്ന് പറയുന്ന ഒരു അറ്റസ്റ്റേഷൻ ഉണ്ട്, അതായത് ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്, യൂറോപ്പിനുള്ളൊരു സീലാണ്. അത് ഫോറിൻ മിനിസ്റ്റർ വെച്ച സാധനം ഗവൺമെൻറ് ഓക്കെ ആണെന്ന് പറയുന്ന കാര്യത്തിൽ സാധാ ഒരു സിറ്റിസണായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ എന്നിരുന്നാൽ കൂടിയും അവരെ വെറുപ്പിക്കേണ്ടെന്ന് കരുതി അവിടെ വെച്ചിട്ട് എൻ്റെ രജിസ്ട്രേഷൻ നടത്തിയ ഓഫീസറുമായിട്ട് എനിക്ക് പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട്, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, വൃന്ദ ഇത് പോസിബിൾ അല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ എൻ്റെ പേപ്പർ ചെയ്യേണ്ടിയിരുന്ന വ്യക്തി ഓഫീസർ അദ്ദേഹം ഭയങ്കര ബുദ്ധിമുട്ടിലായി, അദ്ദേഹത്തിനെ ഭയങ്കര സങ്കടപ്പെട്ട് കണ്ടു. പക്ഷേ എനിക്ക് മാതാവ് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞിട്ട്, നിന്നെ ഞാനല്ലേ ഇവിടെ കൊണ്ടുപോയി നിൽക്കുന്നത്, പിന്നെ നീ എന്തിനാ, എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എന്നോട് അദ്ദേഹം, അപ്പം ഞാനൊരു കാര്യം മാത്രം ചോദിച്ചു, സാർ ഇത് പോസിബിൾ അല്ല, സോ എന്താണ് അടുത്ത സൊല്യൂഷൻ, അതെനിക്ക് പറഞ്ഞു തരൂ. പക്ഷെ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈശോയെ നിങ്ങളെ സംസാരിക്കാവുള്ളൂ, എനിക്കങ്ങനെ അറിയില്ല. അതുപോലെ തന്നെ അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നീ വിസ അപ്ലൈ ചെയ്യൂ, നമുക്ക് നോക്കാം, നിനക്കായിട്ടുള്ള വാതിലുകൾ, എംബസിയുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കും എന്നുള്ളൊരു കാര്യം. സാധാരണക്കാരനായിട്ടുള്ള ഒരു സിറ്റിസൺ നമുക്ക് ഒരിക്കലും ഇതൊന്നും പോസിബിൾ അല്ല, സ്വപ്നത്തിൽ മാത്രമേ, അത് നമ്മൾ എത്ര എന്തുണ്ടെന്ന് പറഞ്ഞാലും അത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ എംബസിയിൽ കാല് കുത്തിയാൽ അംബാസിഡർക്ക് മാതാവിൻ്റെ ഒരു രൂപം കൊടുക്കും, മാതാവിനെ പറ്റി പറയും എന്നുള്ളത്. ഗ്രീക്ക് അംബാസിഡറിന് കൃപാസനം മാതാവിൻ്റെ രൂപം കൊടുക്കാനും മാതാവിനെ പറ്റി പറയാനും എനിക്ക് സാധിച്ചു. ഞാൻ മാതാവിന് കൊടുത്തൊരു വാക്കാണ്, അത് ഞാൻ പാലിച്ചു. പിന്നീട് ഒരാഴ്ച ഡൽഹിയിൽ താമസിച്ച് തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളും കാര്യങ്ങളും ഞാൻ നീക്കി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഡൽഹിയിലെ ഹോട്ടലുകളിൽ താമസിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ സുഹൃത്തായ ഉദ്യോഗസ്ഥൻ എംബസിയിലെ ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ കൂടെ വരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു. പിന്നെയും ഇത്, അപ്പോഴും എനിക്കറിയില്ല ഇദ്ദേഹമാണ് വിസ സീൽ ചെയ്യുന്ന ഓഫീസർ എന്ന്, അവിടുത്തെ ഒരു ഓഫീസറാണെന്ന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ വിസ
ചെയ്യുന്നതിന് മുന്നായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല, ബാബിസാണ് വിസ സീൽ ചെയ്യുന്ന ആളെന്നുള്ളത്. അപ്പം ഞാൻ ബാബിസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 പേരുണ്ട് വിസ അടിക്കുന്ന ഉദ്യോഗസ്ഥർ. അതിലൊന്ന് ഞങ്ങളുടെ ഈ സുഹൃത്തും നെയ്ബറുമായിട്ടുള്ള വ്യക്തി, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വേറൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ എംബസിയിൽ ഒരു ബണ്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എംബസിയിൽ ബണ്ടിൽ ഓഫ് പാസ്പോർട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ AB 2 രീതിയിൽ ഒരു സെറ്റ് ഒരു ഉദ്യോഗസ്ഥന്, മറ്റേ സെറ്റ് മറ്റേ ഉദ്യോഗസ്ഥന്. അപ്പം ഈ ബാബിസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന് ഇത് കിട്ടിയാൽ മാത്രമേ അയാൾക്ക് ഈസിലി റെക്കമെൻഡ് ചെയ്യാനും കാര്യങ്ങളും പറ്റൂ. അപ്പോൾ ബാബിസ് എന്നോട് പറഞ്ഞു, അദ്ദേഹം കുറച്ചും കൂടെ വേറൊരു രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞു, വൃന്ദ, നീ എപ്പോഴും ഒരു 0.5% നെഗറ്റീവായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളിലും, കാരണം ഞാൻ മാത്രമല്ല മറ്റ് 5 ഉദ്യോഗസ്ഥർ ഇത് റിവ്യൂ ചെയ്യേണ്ടതുണ്ട്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തും ആയിക്കോട്ടെ, ആ കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 17 വിസ അപ്ലൈ ചെയ്തു ഡൽഹിയിൽ നിന്ന്. അതിനുശേഷം ഞങ്ങൾ അന്ന് ഞാൻ ബാബിസിനെ കാണുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പോഴാണ് പറയുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്താ, അല്ലെങ്കിൽ ഞാൻ അംബാസിഡറോട് പറയാൻ നോക്കും, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ ബാബിസിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കാശുരൂപങ്ങളും കാര്യങ്ങളും ഉപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, എംബസിയിൽ ഉപ്പിട്ടപ്പോൾ ഈ ഗ്രീക്ക് വിസ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ട്രാവലായിട്ട് വിസ അപ്ലൈ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ട്രാവൽ പ്ലാൻ ഉള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഹരിദ്വാർ, ഋഷികേശ് അങ്ങനെയൊക്കെ പോകുന്ന വഴിക്കെല്ലാം ഞാൻ എവിടെ പോയാലും അതുപോലെ എൻ്റെ ഡെയിലി കുർബാന മുടങ്ങി. ഞാൻ ആഴ്ചകളിൽ പക്ഷേ ഏത് പള്ളിയുണ്ടോ അവിടെ കണ്ടുപിടിച്ച് ഹോട്ടലെടുത്ത് കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഞാൻ ഋഷികേശിൽ ചെന്നപ്പോൾ നന്നേ ബുദ്ധിമുട്ടി. ഇദ്ദേഹത്തിന് വയ്യാതായി പെട്ടെന്ന്, ക്ലൈമറ്റും ടൈം സോണും എല്ലാമായിട്ട്. പക്ഷെ ഞാനത് മൈൻഡാക്കിയില്ല. അദ്ദേഹം കുറച്ചുകൂടി തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി, കാരണം ഈശോ ആയിരുന്നു മുഖ്യം. ഞാൻ പള്ളിയിൽ പോയി. എനിക്ക് ഗൂഗിൾ മാപ്പൊക്കെ എപ്പോഴും എന്നെ വഴി തെറ്റിക്കാറാണ്, പക്ഷേ ഈശോ എൻ്റെ കൂടെ വന്നു. അവിടെ ഒരു 13 പേരോളം ഉള്ള ഒരു പള്ളിയിൽ ഞാനും ഹിന്ദി കുർബാനയായിരുന്നു. കുർബാന കൂടി തിരിച്ചു വന്നു. അതുപോലെ ഗംഗയുടെ തീരത്തൊക്കെ ഇരുന്ന് എല്ലാവരും വേറെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. കാണുന്നവർക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. ഞാൻ സ്വാമിജിമാരോടൊക്കെയും എന്നോട് അവർ പല കാര്യങ്ങൾ ഇങ്ങോട്ട് അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ മാതാവിനെ പറ്റി സംസാരിച്ചു. അതുപോലെ എനിക്ക് ഇൻ്റർനാഷണൽ കുറേ യൂറോപ്യൻസ് ഫ്രണ്ട്സും അങ്ങനെ ഇദ്ദേഹം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനം, ചിലപ്പോൾ യൂറോപ്പിലേക്കുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആദ്യ പടി എന്നോണം അമ്മ എന്നെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ വയ്യാത്തതുകൊണ്ട് ട്രാവലും കാര്യങ്ങളും, എനിക്ക് ഫർദർ ഹിമാലയൻ ട്രിപ്പൊന്നും താല്പര്യമില്ലായിരുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇതായി അങ്ങനെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 27 എൻ്റെ വിസ വന്നു. ഞങ്ങൾ വിസ കളക്ട് ചെയ്തതിന് ശേഷം സെൻറ്റ് തോമസ് മുളന്തുരുത്തി എന്ന് പറയുന്ന ഒരു ചർച്ചിൽ വെച്ചാണ് ഇദ്ദേഹം ആ ചർച്ചിലെ ഈശോയുടെ അൾത്താരയിൽ എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വിസയുടെ കാര്യത്തെ പറ്റിയല്ല, എനിക്ക് എന്തോ ഭയങ്കര സങ്കടം തോന്നി, ഒരു മിക്സ്ഡ് ഫീലിംഗ്. എൻ്റെ പാസ്പോർട്ട് തുറന്നു. 7ാമത്തെ പേജിൽ ഞാൻ ചോദിച്ച പോലെ, ഞാൻ 2ാമത്തെ തവണ ഗ്രീക്ക് എംബസിയിൽ ചെല്ലുമ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ 7ാമത്തെ പേജിൽ എനിക്ക് വിസ തരണം എന്നുള്ളത്. എൻ്റെ 7ാമത്തെ പേജിൽ ഞാൻ ചോദിച്ചതുപോലെ മാതാവ് എനിക്ക് വിസ തന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത്. ഈ വിസ വെറും ഒരു പേപ്പറോ അല്ലെങ്കിൽ മാതാവ് നമുക്കൊരു ഇട്ട് തന്നൊരു ഭൗതികമായിട്ടുള്ള കാര്യം മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം ഈശോയിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും കൂടുതൽ അടുക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു ദൈവാനുഗ്രഹം എനിക്ക് തന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ ചുരുക്കുന്നതിന് മുന്നോടിയായിട്ട്, ഞാൻ ഈ ഡൽഹിയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ പൂർണ്ണമായിട്ട് ഉപവാസം എടുത്ത് ഒരു ദിവസം വീട്ടിൽ ഫുൾ ടൈം ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നല്ല, എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ ഈശോയുടെ മുന്നിൽ കുറേ നേരം സൈലൻ്റായിട്ടിരിക്കുകയാണ്, സംസാരിക്കും, അതായത് മനസ്സിൽ. അങ്ങനെ ഇരുന്നപ്പോൾ ഈശോ എന്നെ ഓർമ്മിപ്പിച്ച് തന്നൊരു കാര്യമാണ്. ഞാനൊരു കാത്തലിക് ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. ഡെയിലി കുർബാന, പ്രാർത്ഥന എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ 10th കഴിഞ്ഞ ആ സ്കൂളിൽ നിന്ന് പോരുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് ചെയ്ത കാര്യം അവിടുത്തെ അൾത്താരെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ഒരു പതിവാണ് എല്ലാവരും. ഞാനും അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഈശോയോട് അന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയിലോ ഒന്നിലോ ആയിട്ട് പറഞ്ഞല്ല, വെറുതെ പറഞ്ഞതാണ്. ദൈവം അത് കാര്യമായിട്ട് എടുത്തു. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എൻ്റെ സാഹചര്യങ്ങൾ മാറും, ഞാൻ പള്ളിയോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത വേറൊരു സാഹചര്യത്തിലേക്കാണ് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ മറന്നാലും എന്നെ മറക്കരുതെന്ന് എന്നെ എൻ്റെ ദൈവം പറഞ്ഞില്ല. എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ഞാൻ ചോദിച്ചതിൽ ഇരട്ടിയായി. ദാവീദിനെ ഉയർത്തിയ പോലെ കർത്താവ് എന്നെ ഉയർത്തി. ഞാൻ ആഗ്രഹിച്ച ഡിഗ്രികൾ വാരിക്കോരി തന്നു. ഞാൻ ആഗ്രഹിച്ച ഗുരുക്കന്മാർ എനിക്ക് തന്നു, എല്ലാം തന്നു. ഞാൻ വിചാരിക്കാത്ത ഒരു യൂറോപ്പിലേക്കുള്ള ഒരു കുടുംബം എനിക്ക് തന്നു. എനിക്ക് ഈശോയോടും മാതാവിനോടും പറയാനുള്ളത്, എന്നും ഞാനും എൻ്റെ കുടുംബവും
അമ്മയുടെ ഉടമ്പടിയിലായിരിക്കും. ഉടമ്പടി എന്നുള്ളത് ഒരു ജീവിതക്രമമാണ്. അത് ഒരുപാട് എന്നിലെ മനുഷ്യനെ ഒരുപാട് ഉയർത്തി. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സമയങ്ങളിൽ ഞാൻ യങ്ങാണ്, എനിക്ക് കുറച്ചും കൂടി ഹെൽത്തായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഞാൻ ഉദ്ദേശിച്ചത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ദൈവം അനുഗ്രഹിച്ചാൽ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു കൃപ എനിക്കുണ്ടാവും. അതിലേക്കുള്ള കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഒരു വലിയ ദിവസത്തിനായിട്ട് കാത്തിരിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.